ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ കളിക്കാൻ പോവുകയാണ് ബെഡ് വാർസ്. പക്ഷേ എൻ്റെ കൂട്ടുകാരൻ എയ്തൻ്റെ കൂടെ. ഇവന് ഒരു ചാനലുണ്ട്. ആ ചാനലിൻ്റെ പേരാണ് എയ്തൻ KM. ഇതിപ്പോൾ ഇവിടെ കാണിക്കാം. ഈ ചാനൽ ഇവൻ അത്യാവശ്യത്തിന് PvP ഒക്കെ അറിയവന്. ഞാൻ വിളിച്ച് അപ്പോൾ യെസ് കണ്ട എൻ്റെ സെയിം സ്കിന്നാണ്. ഇപ്പം ഞാൻ സ്കിന്ന് മാറ്റിയിട്ടിട്ട് കളിക്കണം. ഇപ്പം ഞാൻ വേറൊരു സ്കിന്നാണ് UG മോഡൂലുണ്ട്. കം ഔട്ട് സൈഡ് എന്ന് പറഞ്ഞാൽ പൊട്ടിന് മനസ്സിലായിട്ടില്ല. ഞാൻ കുറേ സീൻ കട്ട് ചെയ്തോളാം. കുറേ നേരം എടുത്ത് ഇവനെ പഴിച്ച് മനസ്സിലായില്ല. അപ്പം ഞാൻ പറഞ്ഞ ഔട്ട് സൈഡ് കം. ഇപ്പോൾ റെഡിയായി. ഇപ്പോൾ വന്നു രണ്ടും. ഞാൻ പുറത്ത് നീയാണെന്ന് ചോദിച്ചാൽ നിന്നതാ. ഇതിൽ ഞാൻ തോക്കൂല. ഇവനിൽ നല്ലോണം PvP ഇത്തിരി ചെയ്യണ്ട്. അത് പറയാം, അവൻ്റെ ഫോണിൻ്റെ ലാഗ് പറയണ്ട കേട്ടോ. അപ്പോൾ അവന് സമ്മതിക്കണം, അവന് ഇത്ര PvP ചെയ്യണ്ടെങ്കിൽ. പക്ഷേ എൻ്റെ ഫോണിന് എന്താണ് ലാഗ് പ്രശ്നമില്ല. പക്ഷേ പിങ്ങാണ് പ്രോബ്ലം. പിങ് എന്ന് പറഞ്ഞാൽ മറ്റേ വൈഫൈൻ്റെ അതിൽ അത് അത്ര പ്രോബ്ലം ഇല്ല. കാരണം വൈഫൈ ഉള്ളതുകൊണ്ട് പ്രോബ്ലം ഇല്ല. കൊല്ലു അഫ്കോഴ്സ്. ഇത് കളയും. ഇപ്പം സമാധാനം എനിക്ക്. അവനെന്നെ കൊല്ലായിരുന്നു വൺ ഷോട്ടല്ലേ. ഞാൻ 2 ഷോട്ട്. കാരണം ഞാനത് നോക്കുള്ളൂ. കാരണം ഇവൻ ഫുള്ളാട്ടിലായിരുന്നു, ഞാൻ 1 ആട്ടിലായിരുന്നു. 2 ആട്ടിലായിരുന്നു. 1 ആട്ട്. അതുകൊണ്ടല്ലേ 2 ഷോട്ടായി. ഇത് ഇവൻ തോട്ടി. അവൻ ആ സാധനം കളഞ്ഞുകൊണ്ടിരിക്കണത്. ഞാൻ ഇതിലാണ് കേട്ടോ ഈ മാച്ചിൽ കണ്ടു. ഇത് ഫസ്റ്റത്തെ മാച്ചാണ്. ഞങ്ങൾ ആദ്യമായിട്ട് ഒരുമിച്ച് കളിക്കണം. മണ്ടൻ ചാടി. ഇപ്പം ഞാൻ ഇട്ടേക്കണ സ്കിന്ന് കാരണമുണ്ടല്ല, അതിലെ സ്കിന്നിൻ്റെ ഈ കൈ ഇത്തിരി വലുതാണ്. അത് കാരണം എന്താണെന്ന് അറിയില്ല, ഭയങ്കര പവറുള്ള ഷോട്ടാണ്. ഞങ്ങൾ ഹാൻഡ് ഫൈറ്റ് നോക്കിയതാ. എനിക്ക് ഇവനെയോ ഞാനും ഫൈറ്റ് വെച്ചാൽ ഞങ്ങൾ ഹാൻഡ് ഫൈറ്റ് നോക്കുള്ളൂ. കാരണം ഹാൻഡ് ഫൈറ്റാണ് ഞങ്ങളുടെ സൂപ്പറായിട്ട് കളിക്കുള്ളൂ. പക്ഷേ ഇതിലെ പവർ അത്ര ഉണ്ടാകും. ഞാനിട്ടിപ്പോൾ UGൻ്റെ സ്കിന്നാണ് കേട്ടോ മൈൻക്രാഫ്റ്റിൽ. അതിൻ്റെ കൈ ഇത്തിരി വലുതാണ്. പക്ഷേ അപ്പോൾ അതിൻ്റെ ഡാമേജ് എന്താണെന്ന് അറിയില്ല, ഇത്തിരി കൂടുതലാണ്. അതും വെച്ചാൽ ഞാൻ PC പ്ലെയേഴ്സ് ഞാൻ ഇന്ന് അത് കളിച്ച് നോക്കി. ഇന്നാണ് കളിച്ചത്. ഇത് നേരത്തെ എടുത്തതാണ്. ജാനുവരിയിലെടുത്ത വീഡിയോ ആണ് ഇപ്പോഴാണ് ഇടുന്നത്. അത് ഇന്നിട്ടതാണ്. ഇപ്പം ഞാൻ 61-ാം ലെവൽ 68 കണ്ടു. ഇതിലെത്രയാണെന്ന് എനിക്കറിയില്ല. UGൻ്റെ സ്കിന്ന് ഇട്ടിട്ട് ഞാൻ പിന്നെ തോറ്റില്ല. അതെന്താണെന്നറിയില്ല. ഈ പ്രാവശ്യം വീണ്ടും കൈ കൊണ്ടുവരും. പക്ഷെ ഞാൻ വാളെടുക്കും. പക്ഷെ ഞാൻ തിരിച്ചു അടിക്കാൻ തുടങ്ങും. അവനും വാളെടുത്തു. അപ്പം ഞാനും കൈയെടുത്ത്. വാളെടുത്തവൻ കാണും, കൈയെടുത്തവൻ കാണൂല. അതെന്താണ്? ഞാൻ വാള് നിൽക്കണ്ട്, പക്ഷെ വന്നില്ല. അതാണ് ഞാൻ കൈ എടുത്തതല്ല. ലാസ്റ്റ് 1 സെക്കൻഡിനെടുത്ത്. അത് ഞാൻ എനിക്ക് മാറ്റിയില്ല. അവനാ ചാവുള്ളൂ. പറഞ്ഞില്ലേ, അവൻ ഫൈറ്റ് ചെയ്യാൻ വരും. പക്ഷെ ഞാൻ കയ്യും വെച്ച് കൊല്ലും. വാളും വെച്ച് കൊല്ലും. കയ്യും വെച്ച് കൊല്ലേണ്ട ആവശ്യമില്ല. ഞാൻ കയ്യും വെച്ച് കൊല്ലാൻ പോയെങ്കിൽ ഞാനിപ്പോൾ ഔട്ടായേനെ. അവനത്ര രൂപല്ല, അവൻ പ്രോയാ. ഇപ്പം എൻ്റെ PvP സൂപ്പർ PvP ആണ്. അയ്യോ മണ്ടൻ 3 ആട്ടിലവൻ. ഒരാട്ടിലുള്ള എന്നെ കൊല്ലാൻ പറ്റില്ല. അത് വേറെ കാര്യം. അവൻ്റെ ലാഗ് വെച്ച് നോക്കിയാൽ അവൻ്റെ PvP ഇടയ്ക്ക് അവന് 20 FPS ആയിക്കോ. 20 15 ആയിക്കോ ഇടക്ക്. അപ്പോൾ പിന്നെ പറയണ്ട അവൻ്റെ PvP എന്തോരം നല്ലതാണ്. ഞാൻ പാർട്ടി ക്രിയേറ്റ് ചെയ്തതാ. അല്ലെങ്കിൽ ഈ മാച്ച് ഔട്ടായാൽ എന്തായാലും പോകില്ല. പക്ഷേ ഈ മാച്ച് മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ഞാൻ പറയും പുറത്തോട്ട് വരാൻ. അതാണ് നടക്കാൻ പോണത്. കം ഔട്ട് സൈഡ്. പുറത്ത് വാ. എനിക്ക് സ്പെല്ലിങ് അറിയില്ല ഇംഗ്ലീഷിൻ്റെ അത്ര. ഹിന്ദി പിന്നെ ഞാൻ പറയാം. ഇൻവൈറ്റഡ് ലെവൈത്തൻ 5245. ഞാൻ ലെവൈത്തൻ സ്പെല്ലിങ് ഇത്തിരി വ്യത്യാസമുണ്ട്. ഞാൻ ലിവൈത്തൻ, അവൻ ലെവൈത്തൻ.
ഞാൻ ലിവൈത്തൻ 1606. കം ഔട്ട്സൈഡ്. ഇത്ര നേരം എന്താണ് ഇപ്പം ഞങ്ങൾ പുറത്തേക്കണേ കേട്ടോ. ഞാൻ എങ്ങനെ അടിക്കണ്ടേന്ന് പാർട്ടിക്ക് പറഞ്ഞു കൊടുത്തേക്കണേ. കണ്ട, ജോയിൻ ദ പാർട്ടി. ഞാനാ ടൈപ്പ് ചെയ്ത് കൊടുത്തത്. അത് വേറെ കാര്യം. ഞാൻ ഫോണും കൊണ്ടല്ല കേട്ടോ പോയാ മണ്ടൻ. ഞാനാണ് കയ്യും വെച്ച് ഉന്തിയിട്ട് ഇതിനേലും വലിയ നാണക്കേടെന്താ. എനിക്ക് ബെഡ് പൊട്ടിക്കായിരുന്നു, ഞാൻ പൊട്ടിക്കൂലായിരുന്നു. ആ പൊട്ടനോട് പിന്നെ ഇങ്ങനെ കാണിച്ചാലും അവന് മനസ്സിലാവില്ല. ഇരിക്കണ അവൻ കൊന്നതിനിട്ട് അവൻ പറയുള്ളത്. പക്ഷെ അവൻ കാണിച്ചാൽ ഞാനും കൊല്ലു. പൊട്ടില്ല. അവൻ വിചാരിച്ച അവൻ പൊട്ടിക്കൂലെന്ന്. ഞാൻ പൊട്ടിക്കും. പക്ഷെ ബെഡ് ശീല അവൻ ഡിസ്കണക്റ്റ് ആവും. കാരണം അവന് ഫോൺ കൊടുക്കേണ്ടി വരും. അയ്യോ, ഫോൺ കൊടുക്കണ്ടെന്നല്ല, ഫോൺ നിർത്തേണ്ടി വരും കളിക്കണം. കാരണം ചാർജ് തീർന്നു, 0% ആകും. ഇതിൽ ഒടുക്കത്തെ PvP ആണ്. ഞാൻ ബട്ടർഫ്ലൈയാണ് ചെയ്തത്. അപ്പോൾ അവൻ പറയണ ഞാൻ ബട്ടർഫ്ലൈ ആണ് ചെയ്തത്. കാരണം ഞാൻ അങ്ങനെയല്ല അടിച്ചത്. അപ്പോൾ പിന്നെ അവന് തോന്നൂലത്. ഈ പ്രാവശ്യം നൂബിനെ കളിയാക്കിയപ്പോൾ നല്ല രസമുണ്ട്. ഇത് ഈ ട്രാപ്പിലാവും വീഴും. കണ്ട, വീണ്. ഈ വഴി വരും, ഞാൻ ഇതും ബ്ലോക്ക് ചെയ്യും. അവനാ സാധനം പൊട്ടിക്കാൻ പോയി, ഞാൻ അവൻ്റെ ബെഡ് പൊട്ടിക്കും. പക്ഷേ ഞാൻ മൂക്കും കുത്തി വീഴും. ഇവൻ്റെ ചാനലിൽ ഇപ്പോൾ ഇവൻ സംസാരിക്കാൻ തുടങ്ങി. പണ്ട് ഇവൻ സംസാരിക്കില്ലായിരുന്നു. പക്ഷെ ഇവൻ എന്നെ ഓവർടേക്ക് ചെയ്ത് ഗൈസ്. നിങ്ങൾ എന്താണ് ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ നിങ്ങൾക്ക്? ഇവൻ ഓവർടേക്ക് ചെയ്ത് ഇവൻ കൈനിട്ട് തുടങ്ങിയതാണ്. ഞാനത് കാരണം പിന്നെ വീഡിയോ ഇടലും മറന്നുപോയി. കാരണം എന്തായാലും സബ്സ്ക്രൈബ് ഇല്ലല്ലോ. അത് കാരണം ഞാൻ ഇടാന. പിന്നെ ഇതിടാന്ന് വിചാരിച്ച്. കണ്ട, അവൻ ഉന്തിയിട്ടില്ല, ഞാൻ ചാടി. ഈ പ്രാവശ്യം അവൻ ബെഡ് പൊട്ടിക്കാൻ പിക്കാക്സ് എടുക്കും. ഞാൻ അവനെ തല്ലിച്ചാൽ മതിയാക്കി അവൻ്റെ വീട്ടിൽ വിടും. എന്ന് വെച്ചാൽ അയ്യോ, ഇത് ഇത്തിരി ബ്രൂട്ടലായിപ്പോയി. ഞാനാരാ തോജിയാ? ഇവനെ അങ്ങനെ കൊല്ലാൻ പറ്റുള്ളൂ. അത് വേറെ കാര്യം. ഈ പ്രാവശ്യം അവൻ വീണ്ടും ബെഡ് പൊട്ടിക്കാൻ പോകും. ഞാൻ അടി വീയും. പക്ഷെ അവൻ മൂക്കും കുത്തി വീഴുന്നതിന് പകരം എൻ്റെ ബെഡ് പൊട്ടിക്കും. ഞാൻ ആ കാര്യം മറന്നു പോകും. അവിടെ ഒരു തുളയുണ്ടായിരുന്നു. അവൻ നല്ല സാധനങ്ങൾ അവനെ എമറാൾഡ് കളക്ട് ചെയ്യാൻ പോയി. പക്ഷെ അതിന് പിന്നെ ഞാൻ അവൻ്റെ ബെഡ് പൊട്ടിച്ചപ്പോൾ അവനും ഓടി. സിമ്പിൾ. സ്കെൽറ്റൻ ആർമി അവൻ്റെ അടുത്ത് വർക്കായി. അതിനേലും പോകുമ്പോൾ അവൻ ഡിസ്കണക്റ്റ് ആയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.